And now, the main event. So, turn off your phones, finish your conversations, and get ready. It's about to begin. ചേച്ചി, ആ ബലൂൺ ഒന്ന് എനിക്ക് എടുത്തു തരാമോ? അതിനെന്താ മോളെ, ചേച്ചി എടുത്തു തരാലോ. ഹലോ. ഹായ്. എന്തുണ്ട് വിശേഷമൊക്കെ? അറിഞ്ഞില്ലേ ബോൺമൂത്തിൽ പ്രേതം ഇറങ്ങിയിട്ടുണ്ടെന്ന്? ഓ, എന്ത് പ്രേതം! ഞാൻ രണ്ടെണ്ണം അടിക്കാൻ അറിയില്ല. ഞാനും അതെ, രണ്ടെണ്ണം അടിക്കാൻ ഇറങ്ങിയതാ. ഇതേതാ ഈ പുതിയ പബ്ബ്? ശരിയാണല്ലോ, നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ ഈ പബ്ബ് കണ്ടിട്ടില്ലല്ലോ. അന്ന് നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോ ഇവിടുന്ന്? ആ ബാ പോകാം. ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ബോൺമൗത്തിൽ പ്രേതശല്യം. വിശ്വസിക്കാനാവുന്നില്ലെങ്കിലും ഇന്നലെ ആക്രമിക്കപ്പെട്ടത് മൂന്നാമത്തെ വ്യക്തിയാണ്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ഡോഴ്സറ്റിലെ പ്രമുഖ അസോസിയേഷനായ DMA ബോൺമൗത്ത് ടൗൺ ഹാളിൽ ഒത്തുചേരുന്നു. നമുക്ക് ലൈവ് ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പെട്ടെന്നൊരു മീറ്റിംഗ് വിളിച്ച് കൂട്ടിയതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. കഴിഞ്ഞ ഇടക്കാലങ്ങളായിട്ട് നമ്മൾക്ക് മലയാള സമൂഹത്തെയും മറ്റ് സമൂഹത്തെയും നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രേതശല്യം. ഇപ്പം നമ്മുടെ മലയാളി സമൂഹത്തിൽ തന്നെ കുറച്ച് പേർക്ക് ഇതിൻ്റെ ഈ ഒരു ഇൻസിഡൻറ്റ് വന്നിട്ട് പല പല കംപ്ലൈൻറ്റുകളും ബുദ്ധിമുട്ടുകളുമായിട്ട് ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. നമ്മൾ ഡോർസെറ്റ് മലയാളി അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് ഇന്നിവിടെ ഒരു ചർച്ച എടുക്കേണ്ടത്.
നമ്മൾ DMA ഈ പ്രേതത്തിന്റെ കാര്യത്തിലൊക്കെ ഇടപെടേണ്ടി വല്ല കാര്യമുണ്ടോ? അത് തന്നെയല്ല ഇന്നത്തെ കാലത്ത് ആരാ ഈ പ്രേതത്തിലൊക്കെ വിശ്വസിക്കുന്നത്? എന്റെ അഭിപ്രായത്തിൽ നമുക്ക് ഇഷ്ടം പോലെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഇടപെടണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ പറയുന്നത് ശരിയല്ല. DMA എന്ന് പറയുന്നത് 22 വർഷത്തിലേറെ പാരമ്പര്യമുള്ള UK ആദ്യകാല സംഘടനകളിൽ ഒന്നാണ്. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് നടന്ന കള്ളശല്യത്തിൽ വേണ്ട രീതി ഇടപെടി അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും DMA ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കുക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം നമ്മുടെ മലയാളി സമൂഹത്തിൽ തന്നെ കുറച്ച് പേർക്ക് ഇതിൻ്റെ ഈ ഒരു ഇൻസിഡൻറ്റ് വന്നിട്ട് പല പല കംപ്ലൈൻറ്റുകളും ബുദ്ധിമുട്ടുകളുമായിട്ട് ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. നമ്മൾ ഡോർസെറ്റ് മലയാളി അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് ഇന്നിവിടെ ഒരു ചർച്ച എടുക്കേണ്ടത്. പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ നമുക്ക് DMAക്ക് ഇത് എങ്ങനെ നേരിടാൻ പറ്റും? എന്നാ പറഞ്ഞാലും എനിക്ക് ഈ കാര്യത്തിലൊക്കെ ഇച്ചിരി വിശ്വാസമുള്ളത് നിങ്ങൾ എല്ലാവരും സമ്മതിക്കുകയാണ്. എനിക്ക് ഈ കാര്യത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഫാദർ ബെനഡീസ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അച്ഛനെ നമുക്കൊന്ന് വിളിച്ചാലോ? എന്താണ് വിളിച്ചുകൂടാ? അച്ഛൻ ഈ കാര്യത്തിലൊക്കെ നാട്ടിൽ എനിക്കറിയാം, പല കാര്യങ്ങളിലൊക്കെ അച്ഛൻ ഇടപെട്ടിട്ടുണ്ട്. എല്ലാം വളരെ ഭംഗിയായിട്ട് അച്ഛനെ പൂർത്തീകരിച്ചിട്ടുമുണ്ട്. അച്ഛനെ വിളിക്കുന്ന ഒരു നല്ല കാര്യമായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം വെച്ചിട്ട് തന്നെ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഫാദർ ബെനഡിറ്റിനെ കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ നിങ്ങളെ എല്ലാവരും അറിയിക്കുകയും ചെയ്യാം. അതായിരിക്കും നല്ലത്. ഈ ലൈവ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് DMA ശക്തമായ പോരാട്ടത്തിലേക്ക്. കാത്തിരുന്ന് കാണാം ബെനഡിക്ട് അച്ഛൻ വരുമോ ഇല്ലയോ. கொஞ்சம் நிலவு கொஞ்சம் நெருப்பு ஒன்றாய் சேர்த்தால் எந்தன் தேகம் கொஞ்சம் நஞ்சு கொஞ்சம் அமுதம் ஒன்றாக சேர்த்தால் எந்தன் கண்கள் கொஞ்சம் மிருகம் கொஞ்சம் கடவுள் ஒன்றாய் சேர்த்தால் எந்தன் நெஞ்சம் சந்திரலே ஒன்றாக சேர்த்தால் எந்தன் தேகம்
ഹലോ, ഗുഡ് ഈവനിങ് ബോട്ടോ. ഞാൻ ബോബച്ചൻ. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ഓൾ UK മലയാളി അസോസിയേഷൻ സംഗമത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. Good evening everyone. I'm Naisi. I also welcome all of you to this beautiful event, All UK Malayali Association Mega Show. ഈ പ്രത്യേക അവസരത്തിൽ ഞാൻ ഒരു പ്രത്യേക അറിയിപ്പുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ അസോസിയേഷനുകളുടെ സംഗമത്തിൽ എല്ലാ മലയാളി അസോസിയേഷനിൽ നിന്നും ഒന്നാമതായിട്ട് ഡോർസെറ്റ് മലയാളി അസോസിയേഷനെ തിരഞ്ഞെടുത്തിരിക്കുന്നതാണ്. DMAയുടെ പ്രവർത്തന മികവ് ഒന്നുകൊണ്ട് മാത്രമാണ് DMA ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. അങ്ങനെയല്ലേ കോംസ? അതെ, അതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് DMA നടത്തിയ ചാരിറ്റി പ്രവർത്തനങ്ങളാണ്. DMAയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായത് ഈയിടെ നമ്മുടെ ഇടയിൽ നടന്ന വയനാട്ടിലെ ദുരന്തങ്ങൾ. അതിൽ DMA നടത്തിയ ഏറ്റവും നന്നായി അവരെ സാമ്പത്തികമായി സഹായിക്കാൻ DMA മുൻകൈയെടുത്തു. അതിനപ്പുറം നിങ്ങൾക്കറിയാം, നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായ ഒരു കുറേയേറെ മോഷണ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അതിലും DMAയുടെ പ്രസിഡന്റും സെക്രട്ടറി എല്ലാവരും എടുത്ത് നമ്മുടെ അധികാരികളുടെ ഇടയിൽ അത് ശ്രദ്ധപ്പെടുത്തുകയും ഇവിടെയുള്ള മലയാളി കമ്മ്യൂണിറ്റിക്ക് ആശ്വാസമാവുകയും ചെയ്തു. മൂന്നാമത് പിന്നെ പറയാനുള്ളത്, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അതിനു മുമ്പ് നടന്നുകൊണ്ടിരുന്ന മലയാളികളുണ്ടായ ഭീതിജനകമായ ഒരു പ്രയോഗശൈലിയിൽ അതിലും DMA ശക്തമായ നടപടിയെടുക്കുന്നതും ശ്രദ്ധേയമാണ്. So, on this occasion, I would like to invite Mr. Saji Lois, the program coordinator of All UK Malayali Association Mega Show. Mr. Saji Lois, please. I'm requesting Mr. Saji Lois to present this memento to the Dorset Malayali Association organizers. Welcome, Mr. Saji Lois. Can I request Mr. Robin Joseph and also Mrs. Nisha Sunil to come to the stage? So, as you know, Mr. Robin Joseph is the president of Dorset Malayali Association and Nisha Sunil, the vice president of Dorset Malayali Association. Thank you. So, I'm requesting Mr. Saji to present the memento to Mr. Robin Joseph, എല്ലാവർക്കും നല്ല കൈ കൊടുക്കുക. President of Dorset Malayali Association, and also Mrs. Nisha Sunil, the Vice President of Dorset Malayali Association. Thank you, Saji Lois. ഹലോ, ഇത് റോബിൻ ചേട്ടനല്ലേ, DMAയുടെ പ്രസിഡന്റ്? ഞാനേ ബോൺമോത്തിലെ ഒരു പുതിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ DMAയുടെ ഭാഗത്തുനിന്ന് അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടുമോ എന്നറിയാനായിരുന്നു വിളിച്ചത്. ചേട്ടൻ ഫ്രീ ആയിരുന്നോ?